എങ്ങനെയാണ് ഒരാൾ ലോക ചാമ്പ്യനാവുന്നത്? ആർക്കൊക്കെ ലോക ചാമ്പ്യനാകാൻ പറ്റും? ഈ ചോദ്യം എപ്പോഴും എല്ലാവരും പറയുക ക്ലാസ്സിലെ പഠിക്കുന്നവൻ ഏറ്റവും IQ ഉള്ള കുട്ടിയാണ് എന്നാണ്. ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്ന്. നിങ്ങൾ കണ്ട ലെജൻഡുകൾ ആരും ഒരാൾ പോലും ആ കൂട്ടത്തിൽ ഏറ്റവും കഴിവുള്ള ആളായിരുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കണം. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ബോംബെയിലെ ഒരു സ്കൂളിൽ 2 കുട്ടികൾ പഠിക്കുന്നു. ഒരു കുട്ടിയുടെ പേര് സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ്. രണ്ടാമത്തെ കുട്ടിയുടെ പേര് വിനോദ് കാംബ്ലി എന്നാണ്. ഇവരൊരിക്കലും ഒരു സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോയ ഇവർ തമ്മിൽ ഒരു മത്സരത്തിൽ ഒരാൾ 350 മറ്റേയാൾ 320 സ്കോർ ചെയ്ത് ഏകദേശം 700 റണ്ണിൻ്റെ മുകളിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. അന്നത് വേൾഡ് റെക്കോർഡാണ്. നിങ്ങൾക്കറിയാം, സച്ചിൻ ടെണ്ടുൽക്കർ ഇന്നും ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഏറ്റവും ചെറിയ പ്രായമുള്ള ഇന്ത്യക്കാരനാണ്. ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ റൺ നേടിയിട്ടുള്ള ക്രിക്കറ്റ് കളിക്കാരനും സച്ചിൻ ടെണ്ടുൽക്കറാണ്. പക്ഷെ അന്ന് നടന്ന ആ സ്കൂൾ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയത് സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നില്ല, കൂടെ കളിച്ചിരുന്ന വിനോദ് കാംബ്ലി ആയിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൺ നേടുന്ന കളിക്കാരനായി, ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ലെജൻഡായി മാറി. വിനോദ് കാംബ്ലിക്ക് എന്ത് സംഭവിച്ചു? സ്വന്തം ചികിത്സയ്ക്ക് പൈസ കണ്ടെത്താനാകാതെ കടം വാങ്ങി തെരുവിൽ കിടക്കുകയാണ് ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിച്ച വിനോദ് കാംബ്ലി എന്ന രണ്ടാമൻ. ഇതിൽ ആർക്കായിരുന്നു ടാലന്റ് കൂടുതൽ? ക്രിക്കറ്റ് കളിയുടെ ABCD അറിയുന്ന ആരും പറയും വിനോദ് കാംബ്ലിക്കായിരുന്നു ടാലന്റ് കൂടുതൽ എന്ന്. പക്ഷെ സച്ചിൻ ടെണ്ടുൽക്കർ ലോകം കണ്ട ലെജൻഡായി മാറിയപ്പോൾ വിനോദ് കാംബ്ലി ആരുമല്ലാതായി മാറി. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. എന്നും രാവിലെ സ്വന്തം ബ്രദറിൻ്റെ കൂടെ സ്കൂൾ ഗ്രൗണ്ടിൽ പോകുന്ന സച്ചിൻ ടെണ്ടുൽക്കർ മത്സരം കഴിഞ്ഞ്, നിങ്ങൾക്കറിയാം, ക്രിക്കറ്റ് കിറ്റ് കണ്ടിട്ടുള്ളവർക്കറിയാം, എല്ലാ പരിശീലനവും കഴിഞ്ഞിട്ട് സച്ചിൻ ടെണ്ടുൽക്കറുടെ ശരീരത്തിൽ ആ ക്രിക്കറ്റ് കിറ്റ് ഇട്ട് കൊടുക്കും. പരിശീലനം കഴിഞ്ഞ ശേഷം ഗ്രൗണ്ടിലൂടെ 3 വട്ടം ഓടിച്ച ശേഷം മാത്രമേ സച്ചിൻ ടെണ്ടുൽക്കർ വീട്ടിൽ പോകും. The only difference between the successful person and the failed person is his hard work. സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിച്ച ഒരു ICC വേൾഡ് കപ്പ്, ഒരു ICC അക്രഡിറ്റഡ് മത്സരത്തിലും ഹെൽമെറ്റ് ഊരിയിട്ടില്ല. കാരണം ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തൻ്റെ ദേഹത്ത് കയറിയ ഹെൽമെറ്റ് ഊരി വെക്കാൻ പോലും അയാൾക്ക് ആവശ്യമില്ല. കാരണം ആ ഹെൽമെറ്റ് പോലും അയാളുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറി. ആ ഹാർഡ് വർക്കാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ അതിനേക്കാൾ പ്രഗത്ഭരായി എത്രയോ കളിക്കാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷെ ഞാനും നിങ്ങളും സച്ചിൻ ടെണ്ടുൽക്കറിനേക്കാൾ എത്രയോ വലിയ പ്ലെയേഴ്സാണ്. നമ്മൾ എന്തുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ ആകുന്നില്ല എന്നതിൻ്റെ ഒരു കാരണം നമ്മൾ പരിശീലനം ചെയ്യുന്നില്ല എന്നുള്ളതും മാത്രമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ആഡം ഗ്രാൻഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബിഹേവിയറൽ സയൻറ്റിസ്റ്റായ ഈ കാര്യം അദ്ദേഹത്തിൻ്റെ ദി ഒറിജിനൽ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾ ജയിക്കുന്നുണ്ടെങ്കിൽ, അയാൾ നിങ്ങളെക്കാൾ കൂടുതൽ വളരുന്നുണ്ടെങ്കിൽ അയാൾക്ക് ടാലൻറ്റ് കൂടിയത് കൊണ്ടല്ല.